എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ സദ്യ സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ. അതിൻ്റെ രണ്ടാമത്തെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു മെയിൻ ഐറ്റം പുളിയിഞ്ചി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് വാളംപുളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ ജസ്റ്റ് നമ്മൾ ഒരു ചട്ടിയിൽ വെള്ളം എടുത്ത് ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്കൊന്ന് പുളി ഇട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് പുളിയുടെ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പും ഉലുവയും കടുകും കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ കളറിലായിട്ട് വേണം നമ്മൾ ഉലുവയും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കടുകും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കായമാണ് കേട്ടോ. നമുക്ക് കായ പൊടിയായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ യൂസ് ചെയ്യാം. നമ്മളിപ്പം കായം ജസ്റ്റ് വെളിച്ചെണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. കായപ്പൊടി ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ ആ ഉഴുന്ന് പരിപ്പും ഉലുവയും കടുകും കായം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് നമുക്ക് പുളിയിഞ്ചിക്ക് ചേർക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളത് ചട്ടിയിലെടുത്ത് വെച്ച പുളിയുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിനി ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിക്ക് വേരിയേഷൻ വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിയും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര മധുരത്തിന് നിങ്ങളുടെ മധുരത്തിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാമുള്ളൂ. പുളിയിഞ്ചി കഴിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിയിൽ ആ ശർക്കരയൊക്കെ മൊത്തം ഉരുകി അതിലോട്ട് ചേർന്നോളും. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയുടെയൊക്കെ ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. വേറൊരു ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പം കുറച്ച് വത്തലമുളകും അതുപോലെ തന്നെ കരിയാപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ താളിക്കാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതും കൂടി ഉള്ളൂ. ഇതോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളൊന്ന് താളിച്ചെടുക്കുക. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കും വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇതുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിവ്യൂസും കമൻസും ഒക്കെ അറിയിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.